നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ആനയും മെരുക്കിയെടുക്കാം. ചോദിക്കുമ്പോ ആന ഇറക്കി കാശ് കൊടുക്കാൻ നിന്നിട്ടല്ലേ? കാശ് കൊടുത്തില്ലെങ്കിൽ ആന കേസ് ചാർജ് ചെയ്യും എന്നാണല്ലോ സേതുക്കാട് പറഞ്ഞിട്ടുള്ളത്. ഏത് വകുപ്പില്? നമ്മുടെ RC ബുക്കും പേപ്പേഴ്സും ഒക്കെ ഓക്കെ ആണ്. യൂണിഫോം കറക്റ്റ് ആണ്. മീറ്റർ വർക്കിംഗ് കണ്ടീഷനിലാണ്. എന്നാ പിന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നീ പറയുന്നല്ലേ, കാശ് കൊടുക്കാത്തോണ്ട് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചു പറഞ്ഞ എന്റെ പേരിൽ എത്ര കേസ് അറിയുന്നറിയാമോ? അതാ പറഞ്ഞത്, അതിനെതിരെ പ്രതികരിക്കണമെന്ന്. നമ്മൾ അന്യായമായി ഹറാസ് ചെയ്യുന്നു പറഞ്ഞ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കാം. ആദ്യത്തെ ഒപ്പ് ഞാനിടാം. നിങ്ങൾ റെഡിയാണോ? പരാതിയൊക്കെ കൊടുക്കണോ? ഇതാ കുഴപ്പം. ഇങ്ങനെ പേടിച്ച് നിന്നാൽ എന്നും പേടിക്കാനേ സമയം കാണും. പോലീസുകാരിടുന്നത് നമ്മൾ ഇടുന്നതും കാക്കിയ. അതിന്റെ മാന്യത വിട്ട് പെരുമാറിയാൽ പോലീസായാലും നമ്മളായാലും ശിക്ഷിക്കപ്പെടണം. എന്തൊക്കെയായാലും അധികാരമുള്ള ആളുകളോട് കളിക്കുന്ന അത്ര നന്നല്ല. ബാബു, നീ ആദ്യം ആനയാരോടും സംസാരിച്ചു നോക്ക്. ഒതുങ്ങുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴി നോക്കാം. എന്താ? അത് ന്യായം. എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ആനയുടെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങേരെന്ത് പറയുന്നു അനുസരിച്ച് ബാക്കി വഴി നോക്കാം. ഒന്നും പറയണ്ട അണ്ണാ. ആനയെ പേടിച്ച് 110 കിലോമീറ്റർ സ്പീഡിൽ ഒരു പിടിയിലങ്ങ് വിട്ടു. അതിന് ഓട്ടോ മാക്സിമം 50-ലല്ലേ പോകൂ. പോയത് 50 തന്നെ, പക്ഷെ ഒരു 110ന്റെ മതിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ആട്ടോ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയതും ഒരു സിക്കുകാരൻ കുറുകെ എടുത്ത് ഒറ്റച്ചാട്ടം. കണ്ണുടച്ച് ഞാനൊരു ചവിട്ടി. വണ്ടി സിക്കുകാരന്റെ തലയുടെ മുകളിൽ കൂടി ഡൈവ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ലോറിയുടെ മുകളിൽ കയറി. ലോറി നിർത്തി. ലോറി ഡ്രൈവർ ഞാനും ഇറങ്ങി. ഓട്ടോ ലോറിയുടെ മുകളിൽ നിന്നും പൊക്കിയെടുത്ത് താഴെ വെച്ചു. സിക്കുകാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരേ ജഹാംസെ അച്ഛാ. ഞാൻ പറഞ്ഞു, കുച്ചു കുച്ചു ഹോത്തായെന്ന്. ഉടനെ ആ സിക്കുകാരൻ 1000 രൂപ എടുത്ത് എണ്ണി എന്റെ പോക്കറ്റ് ഇട്ടു. 1000 രൂപ? കാഞ്ഞിരപ്പള്ളി കറിയാച്ചനാണ് സത്യം. സിക്കുകാരെന്ന് വെച്ചാൽ ആരാ? അവരെ പേടിച്ച് സർക്കാർ ലീവ് പോലെ കൊടുക്കുന്നുണ്ട്. കേട്ടിട്ടില്ലേ? സിക്ക് ലീവ്. എന്നിട്ടാ രൂപ എവിടെ? ഞാൻ കാണിച്ചു തരാം. അയ്യോ പോയാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ കാശ് വാഴൂല. ആരോ പോക്കറ്റ് ഇനി ഇവൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ചോദിക്കട്ടെ, സത്യം പറയുന്നൂടാ, എന്താ ഉണ്ടായത്? സത്യം പറയാന്റെ ബാവുണ്ണ, ആനയെ പേടിച്ച് ഓടുന്നതിനിടയിൽ എന്റെ ഓട്ടോ ഒരു സിക്കുകാരന്റെ സ്കൂട്ടറിൽ കൊണ്ട് നിടിച്ച് എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 200 രൂപ അയാളെ മേടിച്ചെന്നാ. എടാ ബുൾസൈ ഓടറാ. അല്ല, ബുൾസൈ മേടിച്ചു വെക്കാൻ സാറ് പറഞ്ഞില്ലല്ലോ. എടാ തിന്നണ ബുൾസൈ അല്ല, നിന്റെ ഹെഡ്ലൈറ്റ് ഒരു കറുത്ത പുള്ളിയില്ലേ, അതെവിടെയാണ്? ഇവിടുത്തെ പുള്ളിയോ? അത് മഴയത്ത് ഒലിച്ചു പോയി സാർ. മഴയത്തോ? ഈ അടുത്ത കാലത്തൊന്നും മഴ ഉണ്ടായിട്ടേ ഇല്ലല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ മഴയത്ത് ഒലിച്ചു പോയതാ. അപ്പൊ ഒരു കൊല്ലം നീ പുള്ളി ഇല്ലാതെ നടന്നല്ലേ? നിന്റെ വണ്ടി 2 മാസം എന്റെ കസ്റ്റഡി കിടക്കട്ടെ, എന്നാലേ ശരിയാവൂ. സാർ, ഈ പുള്ളിയിട്ട പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു ഈ പുള്ളി 2 കൊല്ലത്തേക്ക് പോവില്ലെന്ന്. ആ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ വേറൊരു പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു മറ്റേ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന്. പിന്നീട് അറിഞ്ഞത് ഈ പുള്ളിയിട്ട പുള്ളി അമ്മ. കൂടുതൽ സംസാരിച്ചാൽ നീ ഒരു ജയിൽ പുള്ളിയാവും. എടാ നീ ആദ്യം നന്നാകും, എന്നിട്ട് സ്വയം നന്നാകാൻ നോക്ക്. ഇരിയടാ. വേണ്ട, ഞാനിവിടെ പിടിച്ചു നിന്നോളാം. തുറക്കടാ. തുറന്നു കിടക്കല്ലേ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കണം. എടുക്കടാ. തരാൻ സാറേ സാറേ അത് സാറേ അത് ഞാൻ സാറേ സാറേ അത് പെട്രോളാ. സാറേ നാളെ പമ്പ് കൊടുക്കായതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിച്ചു വെച്ചതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീപ്പെട്ടി വരച്ച് കാണിച്ചു തരാം. ഇതൊന്ന് ഊതി നോക്കിയ മുമ്പിലേക്ക് നോക്ക്. സാറേ പോവല്ലേ സാറേ, ഈ തീയുടെ മുമ്പിലേക്ക് ഒന്ന് ഊതിയ പെട്രോൾ ആണെന്ന് തെളിയിച്ചു തരാം. സാറേ സംശയം ഉണ്ടെന്ന് നോക്കിട്ടോ, ഇത് പെട്രോളാ. My bike is in the workshop. Otherwise, I would not have had this bloody auto. This fellow is too slow. He's taking too much time. Look at his idiotic expression. I think he is deaf and dumb. Just don't think that we auto people are illiterate idiots. Give and take respect from us, okay? ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അപ്പൊ മലയാളം അറിയാല്ലേ? പിന്നെ എന്തിനായിരുന്നു പ്രയോഗമൊക്കെ? അതെ, ഓഫീസ് കാര്യങ്ങൾക്ക് മാത്രം മതി സായിപ്പിന്റെ ഭാഷ. സംസാരിക്കാൻ ഇത്രയധികം സുന്ദരമായ ഭാഷകളുള്ള ഒരു രാജ്യം നമ്മുടെ ഭാരതം പോലെ വേറെ ഇല്ല.
അറിയാൻ വഴിയില്ല. ഇത് രാധ, ഇത് പപ്പൻ. അതല്ല പിന്നെ നീ അങ്ങോട്ടാ? ഇവിടെ അടുത്ത് ഞാനായിട്ടുള്ള ഒരു ജോത്സ്യം വന്നിട്ടുണ്ടെന്ന് കേട്ടു. നീ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ജോത്സ്യം കണ്ട് തിരിച്ചു വന്നേക്കാം. ബാക്കി ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത് ബാബു. പപ്പൻ വളരെ സ്നേഹമുള്ളനെ, എപ്പോഴും. അയ്യോ, കൊച്ചി കൊച്ചുവർത്തനം കേട്ട് വിശ്വസിക്കണ്ട. ഇവനെ വീട്ടിൽ വിളിച്ചിട്ട് തണുത്ത ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുക്കും. നല്ല ദാഹം കാണും. ഇല്ലേ ബാബു? ചെല്ല്. കൊച്ചി കള്ളൻ ഇവജ്ഞാനെ ഉള്ളിൽ കടന്നു കടൽ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും നിന്നെ ഞാൻ കുറച്ചുകൂടി ലേറ്റസ്റ്റ് പാട്ട് പാടും അപ്പാ. ഞാനൊരു പാട്ടു പാടാം. ഉവ്വ. എമ്മരി സോഹര ജബീൻ. ഇനി ഇതുപോലെ ഒരുപാട് പാട്ട് പാടേണ്ടി വരും കര എത്തണമെങ്കിൽ. എന്ത് കര? നീ എന്താ ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നത്? നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. മനസ്സിലെ പ്രേമം മൊട്ടിട്ട ഒരു യുവ ഹൃദയത്തിന്റെ തുടിപ്പ് മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും ബാബു. ദൈവത്തോർത്ത് ആൾക്കാർ കേട്ടാലേ. അങ്ങനെ വഴിക്ക് വാ. ഇക്കാര്യത്തിൽ മാത്രം നിന്റെ ഗുരുവാകാനുള്ള യോഗ്യത എനിക്കുണ്ട്. മനസ്സിലായോ? മനസ്സിലായി ഗുരു. ശിക്ഷ പാറുവിന്റെ പുറകെ 1ഉം 2ഉം അല്ല 6 വർഷമാ ഞാൻ നടന്നത്. 812 പ്രേമലേഖനങ്ങൾ, 215 കവിതകൾ, പോരാഞ്ഞിട്ട് മാസാമാസം അവളുടെ തന്തയുടെ വക ഇരുട്ടടി. അതെല്ലാം അതിജീവിച്ച് ഞാൻ അവളെ കെട്ടി. എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക പറഞ്ഞാൽ അതൊരു സുഖം തന്നെ. സംശയമുണ്ട്. പക്ഷെ ആ സുഖത്തിന്റെ കൂടെ ദൈവം നമുക്ക് ഒരുപാട് കണ്ണീരും തരും. എത്ര കണ്ണീര് കുടിച്ചാലും വേണ്ടില്ല, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രാധയായിരിക്കും. കൊടുകൈ നീയാണ്ട് ആൺകുട്ടി. കോളേജ് വിദ്യാർത്ഥിനിയെ നിരന്തരം ശല്യപ്പെടുത്തി വന്ന പൂവാല സംഘത്തെ ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിനി ശാരീരികയെ ശാരികയെ രക്ഷിച്ച ഓട്ടോ തൊഴിലാളികളെ IG രാജശേഖരൻ അഭിനന്ദിച്ചു. ഡിപ്പാർട്ട്മെന്റിന്റെ വക പാരിതോഷികം IG-യിൽ നിന്നും തൊഴിലാളികളുടെ പ്രതിനിധി ഓട്ടോ ബാബു ഏറ്റുവാങ്ങി. വെരി ഗുഡ്. കലക്കി മക്കളെ, ഇന്ന് എല്ലാവർക്കും ഇന്റെ ഒരു സ്പെഷ്യൽ ചായ, അതും ഫ്രീ. അതൊന്നും ഫ്രീ അല്ലേ? തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനിക്കാം. ധീരനായ ഓട്ടോ തൊഴിലാളി കൃഷ്ണൻ എന്ന ഈ ഞാൻ. ഒന്ന് പോയരാണ് നമ്മുടെ തിരുവനന്തപുരം. കേട്ടി നീ തൃശ്ശൂർ ഭാഷയുണ്ട്, അതിന് വെട്ടം വേറെ ഭാഷയില്ലേ? കൊടുകൈ കൊഞ്ഞു പോടാ അവിടുന്ന്. ഞങ്ങൾ എറണാകുളത്തുകാർ ആരാണെന്ന് നിനക്ക് അറിയാമോ? ഞങ്ങൾ സാഹസികരെ അറിയോ? ഞങ്ങൾ കോട്ടയംകാര് മോശം. ഇന്ന് കേരളത്തിൽ അച്ചടി ഭാഷ സംസാരിക്കുന്നത് ഞങ്ങൾ കോട്ടയംകാരാ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നാ പ്രമാണം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്ന് ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലുള്ളത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടെന്ന് കേൾക്കുവാ. അത് നീ എൻ്റെ അടുത്ത് പറയണ്ട. ഞാൻ പറയാം. വേറെ ആളല്ലേ? തർക്കം വേണ്ട. എല്ലാ പ്രദേശത്തെ മലയാളത്തിനും അതിന്റേതായിട്ടുള്ള താളമുണ്ട്, സൗന്ദര്യമുണ്ട്. തിരുവനന്തപുരത്തുകാരൻ എന്തൊരപ്പിന്നും, കോട്ടയംകാരൻ എന്നാടാവേന്നും, തൃശ്ശൂരുകാരൻ എന്തൊട്ടിനെ ശവിന്നും, കണ്ണൂരുകാരൻ ഉയന്റെ അമ്മയെ കെണിഞ്ഞിനാന്നും പറഞ്ഞാൽ അത് പരിഹസിക്കാനല്ല, അത് ഉൾക്കൊള്ളാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ തൊഴിലാളികൾ നാടിന്റെയും ഭാഷയുടെയും പേരിൽ തമ്മിൽ തല്ലിയാൽ അത് മുതലെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. പാറശാല മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. മിസ്റ്റർ ബാബു. ബാബു, ഞാൻ ബിപിൻ ചന്ദ്രൻ, ഇന്ത്യൻ ഹെറാൾഡ് പത്രത്തിന്റെ എഡിറ്റർ. അങ്ങനെ ഒരു പത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ലല്ലേ? അയ്യോ അല്ല സർ, അറിയാം, ഒരുപാട് അറിയാം. ആദർശത്തിന്റെ പേരിൽ ഡൽഹിയിലെ ടൈംസ് ഗ്രൂപ്പിൽ നിന്നും ജോലി രാജിവെച്ച് കേരളത്തിൽ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് പത്രം തുടങ്ങിയ സാറിന് അറിയില്ലെന്ന് പറഞ്ഞാൽ. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. ആ, കോളേജിൽ കുബേരപുത്രന്മാരെ നിങ്ങൾ കൈകാര്യം ചെയ്തത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഹെറാൾഡ് ഞാനൊരു കവറേജ് കൊടുത്തിട്ടുണ്ട്. എന്റെ വക ഒരു എഡിറ്റോറിയലും. This should be an eye-opener for the masses. ഈ വാർത്ത ഡൽഹിയിലെയും ബോംബെയിലെയും ഡെയിലീസിൽ ഫോക്സ് ന്യൂസായി വരുത്താൻ ഞാൻ എന്റെ ജേർണലിസ്റ്റ് സുഹൃത്തുക്കളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ ധൈര്യത്തിന്, ഈ സാഹസികതയ്ക്ക് എന്റെ ഒരു മോറൽ സപ്പോർട്ട്. അത്രയും ഞാൻ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ ഓഫറും എനിക്കുണ്ട്. ഇതിന്റെ പേരിൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് ഒപ്പോസിഷൻ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ടോപ്പ് സർക്കിൾസിന് നേരെയാണ് നിങ്ങൾ വാളോങ്ങിയിരിക്കുന്നത്.
അവര് വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു എൻകൗണ്ടർ വന്നാൽ നിങ്ങളുടെ ഭാഗത്ത് ഞാനുണ്ടാവും. ഏത് സമയത്തും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. താങ്ക് യു സർ. എന്നാ ഞാൻ ഓക്കെ സർ. അതെ. ഓക്കെ സർ. ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. കേറിക്കോ. ട്രെയിനിന് സമയം വേഗം വേണം. ശരി സർ. ₹20 സർ. ദൈവമേ, നടു ഒടിഞ്ഞു. ഈ MG റോഡ് എന്നുള്ള പേര് ഇപ്പൊ കറക്റ്റായി. മെയിൻ ഗട്ടർ റോഡ്. ഈ ടാക്സ് പിരിക്കുന്നതിലുള്ള ശുഷ്കാന്തി സർക്കാർ റോഡ് മെയിന്റനൻസിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതങ്ങനെ പത്രത്തിൽ വായിച്ചില്ലേ? റോഡ് പണിക്ക് അനുവദിച്ച തുകയുടെ 40% എഞ്ചിനീയർമാർ കമ്മീഷനായി ആദ്യമേ കൈക്കലാക്കും. ആണോ? ആ, കോൺട്രാക്ടർമാർ 30% ലാഭം ആദ്യമേ മാറ്റിവെക്കും. പിന്നെ ബില്ല് പാസ്സാക്കാൻ കൈക്കൂലിയായിട്ട് 20% വേറെ. ചുരുക്കി പറഞ്ഞ റോഡ് നന്നാക്കാൻ വേണ്ടി 10% അർത്ഥം. 10% ഇല്ല. എവിടുന്ന ശബ്ദം? അല്ല, ഇതിലല്ലേ? അത് ശരി. ബാവുണ്ട് ആട്ടെ പുതിയ ബെല്ല് ഫിറ്റ് ചെയ്തല്ലേ? ഞാൻ ഇപ്പൊ നോക്കിട്ട് എന്നാ പൈസ വാരി ഇറക്കല്ല. എവിടെ എന്നാ അതിന്റെ ജുച്ച്? ഇതാരോ മറന്നു വെച്ചാണല്ലോ. ആരായിരിക്കും? ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാലോ? ചിലപ്പോ അതിന്റെ ഉടമസ്ഥനായിരിക്കും വിളിക്കുന്നത്. ബാബു സംസാരിച്ചു നോക്കിയേ. ഹലോ. ഹലോ, താനെന്താ ഫോൺ എടുക്കാൻ താമസിച്ചേ? അല്ല, അത് പിന്നെ ആരെങ്കിലും തന്നെ വാച്ച് ചെയ്യുന്നു? ഇല്ല. ഗുഡ്. ബി അലർട്ട്. പോലീസിന്റെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കണം. ഓക്കേ? ഓക്കെ. തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കറൻസി നോട്ട് എടുക്ക. എടുത്തോ. എടുത്തു. എത്ര രൂപയുടെ നോട്ടാ? 10. അതിന്റെ നമ്പർ പറ. 04B 082936. ഈ നോട്ട് കൊണ്ട് ലക്ഷങ്ങളുടെ ഒരു ഓപ്പറേഷനാണ് താൻ നടത്താൻ പോകുന്നത്. അടുത്ത മെസ്സേജിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന ആൾക്ക് ഈ നോട്ട് കൊടുത്താൽ തന്റെ കയ്യിൽ വന്നു ചേരുന്നത് ലക്ഷങ്ങളാണ്. ആർക്കാണ്, എന്നാണ്, എവിടെ വെച്ചാണ് ഈ നോട്ട് കൈമാറേണ്ടതെന്നൊക്കെ അടുത്ത വെള്ളിയാഴ്ച 6 മണിക്ക് ഞാൻ മെസ്സേജ് തരാം. ഓക്കെ? ഓക്കെ. സ്റ്റാൻഡിലെത്തിയപ്പോ സേതുക്കാ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഓട്ടം മതിയാക്കി ഇങ്ങോട്ട് പോകുന്നു. എന്താ പ്രശ്നം? ബാബുവിന്റെ ഫോൺ വന്നു. ലക്ഷങ്ങളുടെ ഫോൺ അടിക്കും. ഇനി വിളിച്ചു കൂവി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. ഇവൻ വെറുതെ ഓസിനൊന്ന് ഭാഗ്യദേവതേ, നീ ആയിട്ട് നശിപ്പിക്കല്ലേ. അല്ല, ചോദിക്കുന്നതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത്. ഇവിടെ ആർക്കെങ്കിലും ലോട്ടറി അടിച്ചോ? 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 എല്ലാം വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൽക്കാലം നീ ആ വായം നടക്കൂ. ബാബു പറ. ലക്ഷങ്ങൾ എന്നാണ് അയാൾ ഫോണിൽ പറഞ്ഞത്. അത് സ്വർണ്ണമാവാം, ഡയമണ്ട്സ് ആവാം, കറൻസി ആവാം. അല്ല ബാബു, ഒരു 10 രൂപ നോട്ട് കൊടുത്താ അയാൾ എന്താ നിനക്ക് ലക്ഷങ്ങൾ തരുന്നത്? മണ്ടത്തരം പറയാതെ. ഈ ബാബുവിനല്ല കാശ് തരുന്നത്. മൊബൈൽ ഫോണിന്റെ യഥാർത്ഥ ഉടമയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള മെസ്സേജ്. അല്ല, ഈ മെസ്സേജ് അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല. അടുത്ത മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മെസ്സേജ് കിട്ടിയാൽ ഉടനെ ഈ നോട്ട് കൊടുത്ത് ലക്ഷങ്ങൾ അങ്ങോട്ട് വാങ്ങിക്കുക. അങ്ങനെ ധൃതി കൂട്ടാൻ വരട്ടെ.
മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ കൈമാറി പ്രവർത്തിക്കുന്ന ബോംബെ സംഘങ്ങളെ കുറിച്ച് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അവരുടെ ചുവട് പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ് ആയിരിക്കും ഇത്. ബുദ്ധിയോടും കരുതലോടും കൂടി വേണം നമ്മൾ ഓരോ നീക്കവും ഇനി നടത്തേണ്ടത്. ഈ 10 രൂപ നോട്ട് വെച്ച് നമുക്ക് 2 രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ഒന്നുകിൽ വിവരങ്ങൾ മുഴുവൻ പോലീസിനെ അറിയിച്ച് ഈ ഗ്യാങ്ങിനെ നമുക്ക് അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ നോട്ട് കൈമാറി അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചെടുക്കും. എന്താ വേണ്ടത്? നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യും. കാശ് വാങ്ങിക്കുന്നതിനോടാ എനിക്ക് യോജിപ്പ്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, അത് തന്നെയാണ് നല്ലത്. കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയേണ്ട ബാബു. ബാബുണ്ണൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ചിലപ്പോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സലിഞ്ഞ് ദൈവം കാണിച്ചെന്ന ഒരു വഴിയായിരിക്കും ഇത്. കള്ളന്മാരെ കൊള്ളയടിക്കുന്ന കാര്യമായതുകൊണ്ട് വലിയ മനസാക്ഷി കുത്തും തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ നോട്ടിൽ നിന്നും കിട്ടുന്ന ലക്ഷങ്ങൾ നമ്മൾ തുല്യമായി വീതിച്ചെടുക്കുന്നു. എന്താ എന്താ ഇത്? സന്തോഷം കൊണ്ട് കരുതലാണണ്ട. അത്രേ ഉള്ളോ? എന്താ? ഫോൺ ബെല്ലടിക്കുന്നുണ്ടോന്ന് നോക്കിയതാ. ബെല്ലടിക്കുമ്പോ ഞാൻ പറയാം. അല്ല, ഇനി എന്തെങ്കിലും കാരണവശാൽ ഫോൺ ശബ്ദം ബാബുണ്ണൻ കേൾക്കാതെ പോയാ നമുക്ക് നഷ്ടമാവുന്ന ലക്ഷങ്ങളാ. ഞാൻ ഓർത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഈ രഹസ്യം ആരോടും പറയാനും പോണില്ല. മെസ്സേജ് വല്ലതും വന്നാ ബാബു? അടുത്ത ആള്. അല്ല, റോഡിൽ കൂടി ഇത്രയും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കല്ലേ, അതിനിടക്ക് കേൾക്കാതെ പോയാലോ? എന്താ എന്താ? ഫോൺ ബെല്ലടിച്ചാ? ശബ്ദം കേട്ടപ്പോൾ തോന്നി. എനിക്കും തോന്നി. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചാ ഞാൻ ഈ ഫോൺ എടുത്ത് തറയും. വേറൊന്നും തോന്നല്ലേ ബാബു. ലോട്ടറി അടിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം സമ്മാനം കയ്യിൽ കിട്ടുന്നത് വരെ ടിക്കറ്റ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതിന്റെ ടെൻഷൻ എല്ലാവർക്കും. ഹലോ ഹലോ, പറയൂ. പറയൂ. നീയായിരുന്നോ? ഞാനായിരുന്നു. എടുക്കെടുക്കെടുക്ക്. ഹലോ, ഇതെന്താ എസിൽ പ്രത്യേകിച്ചും ബെല്ലടിച്ചോണ്ടിരിക്കുന്നത്? ഹലോ, നോയിൽ പ്രസ് ചെയ്ത് നോക്കിയേ. അവിടെയാണ്. ഈശ്വര, അവന്മാരെത്രയും പെട്ടെന്ന് വിളിക്കണേ. എന്താണാ നോക്കുന്നത്? ഞങ്ങൾ എന്ന് ലോക്കപ്പിൽ തന്നെ കഴിയുന്നു വിചാരിച്ചോ? ഇനി മുതൽ ഞങ്ങൾ എപ്പോഴും ഈ ഏരിയയിൽ തന്നെ കാണും. ഇതുവഴി പോകുന്ന പെണ്ണുങ്ങളെ ഞങ്ങൾക്ക് തോന്നിയതൊക്കെ ചെയ്യും. നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് കാണട്ടെ. ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഈ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല സഹോദരന്മാരെ. തീരെ ഓട്ടോറിക്ഷ ഓടിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള തേർഡ് റേറ്റ് സ്കൗണ്ടറൽസിനെ ഇവിടെ നിന്ന് കെട്ടിയടിക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതിയടാ. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് 10 പൈസ പോലും ഉണ്ടാക്കാതെ തന്തമാര് ജനങ്ങളെ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കണ കാശുകൊണ്ട് മതിച്ച് കൂത്താടി നടക്കണ നിന്നെ പോലുള്ള നാസ്റ്റി ഡേർട്ടി ഇഡിയറ്റ്സ് വിചാരിച്ചാൽ ഞങ്ങൾ തൊഴിലാളികളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. അയ്യടാ, കള്ള പുന്നാര മോനെ, ഇത് കണ്ടോ? ക്ലച്ചും ഗിയറും ഒക്കെ പിടിച്ച് തളമിച്ച കയ്യ. ഒരെണ്ണ ഇട്ടുന്നുണ്ടോ നീ കേറിപ്പോവും. നിന്റെയൊക്കെ ശരീരം മുഴുവനും കൊഴുപ്പാ. ഞങ്ങളോട് ഉഴപ്പല്ലേ? ഇത് എല്ല, പക്ഷെ സ്ട്രോങ്ങാ. അപ്പോ പണത്തിന്റെ ഒരു കുറവേ ഞങ്ങൾക്കുള്ളൂ, പവറിനൊരു കുറവില്ല. സ്റ്റാൻഡ് പന്നി. കമ്പി പോലിരിക്കുന്നൊന്നും കണക്കാക്കണ്ട. മർമ്മമെല്ലാം കാണാപ്പാടമാ. 19 കളരി കാശാല ഞാൻ. ഇതിവിടെ തീർന്നു വിചാരിക്കണ്ട. ഞങ്ങൾ കിടന്ന അതേ ലോക്കപ്പിൽ തന്നെ നിന്നെയൊക്കെ കിടത്തിയിരിക്കും. നല്ലതുപോലെ ചെവി നുള്ളിക്കോ. ഭീഷണി മനസ്സിലായി. അതെ,
സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അറിയാവുന്നവരാ അങ്ങ് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത്. ഛോട്ടാ നേതാക്കന്മാരെ 100 കറക്കി സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഓട്ടോക്കാരെ തട്ടി അകത്താക്കിയിരുന്നൊക്കെ പണ്ട്. അതുകൊണ്ട് ഈ വക ഓലപ്പാമ്പുമായിട്ട് ഇനി ഇവിടെ വന്നാൽ അടിച്ച് നിന്റെയൊക്കെ മോന്തയുടെ ഷേപ്പ് ഞങ്ങൾ മാറ്റും.